അങ്ങനെ ഏറെ നാൾ നീണ്ടുനിന്ന ആരോപണങ്ങൾക്ക്, പ്രത്യാരോപണങ്ങൾക്ക്, വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. ഇന്ന് പമ്പയിലാണ് സംഗമം നടക്കുന്നത്. രാവിലെ 9:30-ക്കാണ് ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. 25 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ സംഗമത്തിന് എത്തി തുടങ്ങിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് 2 മന്ത്രിമാർ സംഗമത്തിന്റെ ഭാഗമാകും. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടക്കാനിരിക്കുന്ന പമ്പ തീരത്തേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ന്യൂസ് മോർണിംഗ് അവിടെ RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സനൂപ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഏറെ വിവാദങ്ങൾ, വലിയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള സർക്കാരിന്റെ ആ ഒരു പരിപാടി യാഥാർത്ഥ്യമാവുകയാണ്. ഇന്നിപ്പോൾ 9:30-യോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ ദിവസം തന്തുഷതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനം ആരൊക്കെ പങ്കെടുക്കുന്നു, എവിടെ നിന്നുള്ള ഡെലിഗേറ്റ്സുകളൊക്കെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് മൊത്തത്തിൽ അവിടെയുള്ള ഒരു അന്തരീക്ഷം, എത്രത്തോളം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സനൂപ്? ജിൽസി, ഗുഡ് മോർണിംഗ്. പുണ്യതീർത്ഥമായിട്ടുള്ള പമ്പ നദിക്കരയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദി ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വേദിക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 9:30-ക്ക് കൃത്യം ഉദ്ഘാടന പരിപാടി നടക്കും. ഇപ്പോൾ രാവിലെ 6 മണി മുതൽ തന്നെ രജിസ്ട്രേഷൻ നടപടികളും അതേപോലെ തന്നെ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർ ഡെലിഗേറ്റുകൾക്ക് അവരെ സ്വീകരിച്ച് പ്രധാന വേദിയിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജിൽസി പറഞ്ഞതുപോലെ ഇതിൽ പങ്കെടുക്കുന്നവർ അവർക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയായിരുന്നു ഈ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടതും കേട്ടതും അതേപോലെ ഉണ്ടായതും. അതുകൊണ്ട് ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ് ഇതിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് പങ്കെടുക്കുന്നത്. ഒന്ന് അവരുടെ IT വകുപ്പ് മന്ത്രിയായിട്ടുള്ള പളനിവേൽ ത്യാഗരാജൻ, അതേപോലെ തന്നെ HR ആൻഡ് CEO മന്ത്രി PK ശേഖർ ബാബു. ഇങ്ങനെ 2 പേര് പ്രത്യേക ക്ഷണിതാവായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇതിന്റെ പ്രാർത്ഥന നടത്തുന്നത് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ ഒക്കെ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. സംസ്ഥാന മന്ത്രിമാരായിട്ടുള്ള K രാജൻ, റോഷി അഗസ്റ്റിൻ, കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, വീണ ജോർജ് എന്നിവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മത സാമുദായിക നേതാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നവരിൽ മറ്റ് പ്രമുഖരെന്ന് പറയുന്നത്. ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വർ മോഹനർ പങ്കെടുക്കുന്നുണ്ട്. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധി പങ്കെടുക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പക്ഷേ അവർക്ക് ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല, പ്രതിനിധി അയക്കാൻ കഴിയില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നെയുള്ളത് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗുരുരത്നം ജ്ഞാന തപസി, അതേപോലെ തന്നെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, അതേപോലെ NSSന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള M സംഗീത് കുമാർ, KPMSന്റെ ജനറൽ സെക്രട്ടറി ഉന്നൽ ശ്രീകുമാർ, അതേപോലെ മലയാള മഹാസഭയുടെ ജനറൽ സെക്രട്ടറി PK സജീവ്, ബ്രാഹ്മണ സഭയിൽ നിന്ന് കരിമ്പോട രാമൻ, ശിവഗിരി മഠത്തിന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവരായിരിക്കും ഇതിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ ഇതിൽ ഈ ക്ഷണിതാക്കളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇവരെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ NSSും SNDPയും അവരുടെ കൃത്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഈ പരിപാടിക്ക് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ളവരും ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇന്നലെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. 9:30-ക്ക് ഈ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി നടത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ അതിൽ രാഷ്ട്രീയമില്ലാതെ ഈ ശബരിമലയെ ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹം ചർച്ച ചെയ്യുക എന്നുള്ള കാര്യം കൂടി നമുക്ക് എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയായിരുന്നു ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയേണ്ടത്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ 3 വേദികളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 3 വേദികളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട വേദിയിലാണ് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിനുശേഷം ആ കാണുന്ന സ്ഥലത്ത് അവിടെ മറ്റൊരു വേദിയുണ്ട്, അതിന്റെ ഇപ്പുറത്തായിട്ട് മറ്റൊരു വേദിയും കൂടി. അങ്ങനെ മൊത്തം 3 വേദികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ വേദിയിൽ ഈ ഒരു ടൂറിസം സർക്യൂട്ടായിട്ടത് തീർത്ഥാടന ടൂറിസം സർക്യൂട്ടായിട്ട് എങ്ങനെ ശബരിമലയെ മാറ്റാൻ സാധിക്കും, അനുബന്ധമായിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളെയും പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശബരിമലയെ ആഗോള ടൂറിസം സർക്യൂട്ടായിട്ട് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ആ ചർച്ചയായിരിക്കും രണ്ടാമത്തെ ഭാഗത്തായിട്ട് നടക്കുന്ന. ടൂറിസവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ആ ഭാഗത്ത് അവിടെ ആ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുകയും ചെയ്യും.
മൂന്നാമത്തെ ചർച്ച നടക്കുന്നത് ഈ ശബരിമലയിലെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട നടപടികളൊക്കെ തന്നെ എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യമായിരിക്കും. അങ്ങനെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലായിരിക്കും ഇവിടെ ഈ പാനൽ ഡിസ്കഷൻ നടക്കുന്നത്. അതിന് ശേഷമാണ് ഇത് 3 കൂടി ക്രോഡീകരിച്ചുകൊണ്ടുള്ള പരിപാടിയും മറ്റുമൊക്കെ നടക്കുന്നു. അങ്ങനെ 3 പേരും ഈ പാനൽ ഡിസ്കഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ചർച്ച ചെയ്ത് അത് പിന്നീട് ദേവസ്വം മന്ത്രി VN വാസവൻ അദ്ദേഹം റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഈ ഡെലിഗേറ്റുകൾ കയറി വരുന്ന അയ്യപ്പ ഭക്തരെ ഇതേപോലെയാണ് സ്വീകരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരൊക്കെ തന്നെ തയ്യാറായി നിൽപ്പുണ്ട്. അവർ ഈ പൂവും അതേപോലെ ചന്ദനവും ഒക്കെ ഇട്ട് തന്നെയാണ് അയ്യപ്പ ഭക്തരെ അല്ലെങ്കിൽ ഡെലിഗേറ്റുകളെ ഈ പ്രധാന വേദിയിലേക്ക് കൊണ്ടുവിടുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പോലീസിന്റെ സുരക്ഷ, കാരണം VIP-കൾ മാത്രമല്ല VVIP-കൾ അടക്കം വരുന്നുണ്ട്, മന്ത്രിമാരുണ്ട്, അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം പ്രത്യേക ക്ഷണിതാവായിട്ടൊക്കെ തന്നെ ഇവിടെ പങ്കെടുക്കും. അപ്പോൾ അതിൻ്റെ വേണ്ട സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട വേദി. ഇവിടെ പോലീസും അവരുടെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് അവസാനവട്ട സുരക്ഷാ പരിശോധനയും മറ്റുമൊക്കെ നടത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രധാന വേദി, അതായത് 3000 പേരെ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രധാന വേദിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പരിപാടി നടത്തുന്നതും അതേപോലെ തന്നെ ഡെലിഗേറ്റുകൾ ആദ്യം ഈ ഉദ്ഘാടന പരിപാടിക്ക് ഇരിക്കുന്നതും ഈ സ്ഥലത്തായിരിക്കും. ഇപ്പോൾ കുറച്ചു പേരൊക്കെ തന്നെ ഇവിടെ സ്ഥാനം ഇരിപ്പിടത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. കൃത്യം 9:30 തന്നെ ഈ പരിപാടി അവതരിപ്പിക്കും. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം, വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെ സർക്കാർ അതിനായി നടത്തിയിട്ടുണ്ട്. വളരെ പ്രൗഢോജ്വലമായ ഒരു വേദിയൊക്കെ, പ്രധാന വേദിയാണ് അത്. 3500-ലധികം ആളുകൾ ഉൾക്കൊള്ളാനുള്ള ഒരു വേദി കൂടിയാണ്. അതൊക്കെ വളരെ മനോഹരമായി തന്നെ തയ്യാറാക്കിയിരിക്കുന്നതും കാണാം. ഇതുമായി ബന്ധപ്പെട്ട് സനൂപ്, നമുക്കറിയാം നേരത്തെയൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷമൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഒരു സാന്നിധ്യം ഒട്ടുമില്ലാതെയാണോ ഈ പരിപാടി നടക്കുക? പ്രതിപക്ഷത്തിൽ നിന്ന് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ആർക്കൊക്കെയാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് സനൂപ്? ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനെ നേരിൽ പോയി കണ്ട് ക്ഷണിക്കുകയായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആരും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. കാരണം സർക്കാർ നേരത്തെ എടുത്ത നിലപാട്, CPM നേരത്തെ എടുത്ത നിലപാട് അത് ഒരിക്കലും വിശ്വാസി സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ നേരത്തെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രക്ഷോഭം മറ്റൊക്കെ നടന്നപ്പോൾ അതിൽ എടുത്ത കേസുകൾ, ആ കേസുകളൊന്നും തന്നെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അന്ന് വൈരുദ്ധ്യാധിക ഭൗതികവാദമൊക്കെ ഉന്നയിച്ച CPM പിന്നീട് ആ നിലപാട് ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തിരുത്തുന്നത്? അത് വെറും രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് ആഗോള അയ്യപ്പ സംഘം എന്നാണ് പ്രതിപക്ഷം അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത്. ഒന്നുകിൽ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട്, അതിൽ പുതിയ സത്യവാങ്മൂലം ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ നൽകാൻ തയ്യാറാവണം. അതുകൊണ്ട് അവരുടെ നിലപാട് എന്താണ്, ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയിക്കാൻ തയ്യാറാവണം. CPM-ന്റെ തന്നെ ദേവസ്വം മന്ത്രിമാരുണ്ടായിരുന്നു. അവരാരും തന്നെ ഇന്നുവരെ ശബരിമലയിലെത്തി അയ്യപ്പന്റെ മുമ്പിൽ ദർശനം നടത്തിയിട്ടില്ല, കൈകൂപ്പി തൊഴുതിട്ടില്ല. അതേപോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ശരണം വിളിക്കാൻ തയ്യാറാവുമോ? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്.